എല്ലാവർക്കും നമസ്തേ. ഇക്കഴിഞ്ഞ മെയ് 27-ന് UAE-യിൽ ഒരു ചടങ്ങ് നടന്നു. അതായത് പാകിസ്ഥാൻ്റെ വിജയം ആഘോഷിക്കാനെന്ന പേരിൽ, നമുക്കെല്ലാം അറിയാം പാകിസ്ഥാൻ പരാജയപ്പെടുകയായിരുന്നു. ഇന്ത്യയുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായ വിജയം ആഘോഷിക്കാൻ എന്ന പേരിൽ പാകിസ്ഥാൻ്റെ വ്യാജ പ്രചരണവുമായിട്ട്, ഇന്ത്യക്കെതിരായിട്ടുള്ള വ്യാജ പ്രചരണവുമായിട്ട് ISIയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ അസോസിയേഷൻ ഭാഗമായി പാകിസ്ഥാൻ്റെ മുൻ ക്രിക്കറ്റർമാരായ ഷഹീദ് അഫ്രീദി, ഉമർ ഗുൾ എന്നിവർ UAE-യിലെത്തിയിരുന്നു. അവർക്ക് ഒരു ഗംഭീര സ്വീകരണം ഒരുക്കി കൊടുത്തു നമ്മുടെ മലയാളികളായിട്ടുള്ള കുറേ വിദ്വാൻമാർ. അവർ മറ്റാരും ഒന്നുമല്ല, അവർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അവർ CPM പക്ക CPMകാരായിട്ടുള്ള കുറേ ഒരു പ്രവർത്തകർ. അവർ പിന്നെ കൊച്ചിയിൽ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു. അവിടെ BTech പഠിച്ചവരാണ്. അവരുടെ സംഘടന അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ക്യൂബ എന്നും പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി BTech അലൂമിനി അസോസിയേഷൻ. ക്യൂബ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ക്യൂബ എന്ന് പറയുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു രാജ്യവും ഒരു പദവും ഒക്കെയാണ്. അവരെവിടെ പോയാലും ക്യൂബ, ചൈന, ചങ്കാണ് ചൈന എന്നൊക്കെ പറഞ്ഞ് നടക്കുക. ചങ്കാണ് ക്യൂബ എന്ന് പറയത്തുള്ളൂ. ചങ്കാണ് ഭാരതം എന്ന് പറയത്തില്ല. ഭാരതത്തിൻ്റെ ഉപ്പും ചോറും തിന്നാണ് അവർ വളരുന്നത് എങ്കിലും ചങ്കാണ് ഭാരതം എന്നൊരിക്കലും അവർ പറയത്തില്ല. എവിടെ ഭാരതത്തിന് ഇട്ട് പണിയാമോ പണി കൊടുക്കാതെ അവർ ചെയ്യുന്നത് അവരുടെ ഒരു സ്വഭാവമാണ്. അവർ പഠിച്ചു വന്നതാണ്. അവരുടെ ബാലസംഘത്തിൽ കൂടി അവർ പഠിച്ചു വരുന്നത് ഭാരതത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും എവിടെ പോയാലും ആ ഒരു രീതിയിൽ അവരുടെ മനസ്സിന് അവർക്ക് പെരുമാറാൻ കഴിയുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇതെന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പരിശോധിക്കുക. UAE-യിൽ വെച്ച് ഇവർ ഈ പാകിസ്ഥാൻ അസോസിയേഷനുമായി കൂടിച്ചേർന്ന് ഈ മുമ്പ് പറഞ്ഞ രണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റർമാർക്ക് ഗംഭീര സ്വീകരണവും കൊടുത്തു. നമ്മളെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളെ തറ പറ്റിച്ചു, നമ്മളെ പരാജയപ്പെടുത്തി, നമ്മൾ തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്തത്, നമ്മളെല്ലാം അക്രമികൾ എന്നൊക്കെയുള്ള രീതിയിലാണ് പാകിസ്ഥാൻ ലോകം മൊത്തം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട്, പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയ ഈ രണ്ട് വിദ്വാൻമാരെയാണ് ഈ ക്യൂബ സ്വീകരിച്ചാനയിച്ച് ഗംഭീരമായിട്ട് വരവേൽപ്പ് നൽകി അവരെ സന്തോഷിപ്പിച്ചു വിട്ടത്. അതിൻ്റെ ക്യൂബ എന്ന ഈ സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു മുൻ SFI നേതാവ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് SFI നേതാവായിട്ട് നടന്ന ഒരു വിദ്വാനാണ്. ഈ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ വിവേക് ജയകുമാർ എന്ന് പറയുന്ന അയാളുടെ നേതൃത്വത്തിലാണ് ഈ ദേശദ്രോഹ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഇത് ദേശദ്രോഹ പ്രവർത്തനം തന്നെയാണ്. ഇതിനെതിരെ ശക്തമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളേണ്ടത്. ഇവർക്കെതിരെ ദേശദ്രോഹ കുറ്റം ചാർത്തി തന്നെ നമ്മുടെ സർക്കാർ നടപടി സ്വീകരിക്കണം. എന്താണ് എന്ന് വെച്ചാൽ, ഇത്തരക്കാരെ അഴിഞ്ഞാടാൻ വിട്ടുകഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ദേശദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി പരസ്യമായിട്ട് പ്രകടമായി തന്നെ ദേശദ്രോഹ പ്രവർത്തനം നടത്താൻ മുതിരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മുടെ ഇന്ത്യയിൽ കോടതികളൊക്കെ ഇല്ലേ, ഇവർക്കെതിരെ നടപടിയെടുത്താൽ കോടതികൾ ഇടപെടത്തില്ലേ എന്ന് ചോദിക്കും. ശരിയാണ്, ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുത്താൽ കോടതി അതിന് എതിരായിട്ട് ഇടപെടുന്നുള്ള നമുക്ക് 3-4 ദൃഷ്ടാന്തങ്ങളുള്ളതാണ്. അത് ഒന്ന് സിദ്ദിഖ് കാപ്പൻ്റെ കാര്യമായാലും മീഡിയ 1 ചാനലിൻ്റെ കാര്യമായാലും. ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് മീഡിയ 1 ചാനലിൻ്റെ ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദ് ചെയ്തു. അവർ കേരള ഹൈക്കോടതിയിൽ പോയി. കേരള ഹൈക്കോടതി അത് ശരിവെച്ചു. എന്നാൽ സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി എന്താണ് ചെയ്തത്? ഈ ദേശദ്രോഹികൾക്ക് എന്തുകൊണ്ട് ലൈസൻസ് റദ്ദ് ചെയ്തു അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി ഈ ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ഈ ചാനലിന് ലൈസൻസ് പുനഃസ്ഥാപിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെയാണ് സിദ്ദിഖ് കാപ്പൻ.
ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച കാപ്പനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. സുപ്രീം കോടതി ജാമ്യം കൊടുത്ത് പുറത്തിറക്കി വിട്ടു. അപ്പം ഈ അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾ ചിന്തിക്കും, ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ട് എന്ത് കാര്യം? സുപ്രീം കോടതി അവർക്ക് ജാമ്യം കൊടുക്കും, അവർ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പറയും. എന്ത് ദേശദ്രോഹ പ്രവർത്തനം ചെയ്താലും അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പറയും. അതുകൊണ്ട് കേസ് കൊടുക്കുന്നത് വെറുതെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇങ്ങനെ ഈ നിരന്തരം ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുമ്പം ഈ സത്യം പറഞ്ഞാൽ ഈ മീഡിയ വണ്ണിൻ്റെ കാര്യം തന്നെ എടുക്കുക. അത് സുപ്രീം കോടതി അവരുടെ ലൈസൻസ് പുനഃസ്ഥാപിച്ച് കൊടുക്കണമെന്ന് വിധിച്ചപ്പോൾ പറ്റില്ല എന്നുള്ള ഒരു വ്യക്തമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കണമായിരുന്നു. സുപ്രീം കോടതിയെ ധിക്കരിക്കാൻ തയ്യാറാകണമായിരുന്നു. കാരണം ഇവിടെ കോടതിയെക്കാട്ടി നമുക്ക് വലുത് നമ്മുടെ രാജ്യമാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭരണഘടനയല്ല നമുക്ക് വലുത്, നമ്മുടെ രാജ്യമാണ് വലുതെന്ന് ചിന്തിക്കണം. ഈ രാജ്യമുണ്ടെങ്കിലേ ഇവിടുത്തെ സുപ്രീം കോടതിയും കാണുകയുള്ളൂ, ഭരണഘടനയും കാണുകയുള്ളൂ. നമുക്ക് വലുത് കോടതിയോ ഭരണഘടനയോ അല്ല, നമ്മുടെ രാജ്യമാണ് പരമപ്രധാനം എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇതേപോലുള്ള വിധികൾ വന്നാൽ അതിനെ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകരുത്. രാജ്യസുരക്ഷയാണ് ഞങ്ങൾക്ക് വലുത്, കോടതികളും രാജ്യസുരക്ഷയുമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണമായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണല്ലോ, രാഷ്ട്രപതിയാണല്ലോ പട്ടാളത്തിനെ ഒക്കെ നിയന്ത്രിക്കുന്നത്. സുപ്രീം കോടതി എന്തോ പട്ടാളത്തിന് ഉത്തരവ് ഇടുവോ? പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക, അല്ലെ നമ്മുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുക? അങ്ങനെ ഉത്തരവിട്ട് കഴിഞ്ഞാൽ പട്ടാളത്തിന് അത് അംഗീകരിക്കാൻ കഴിയുമോ? കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നൊരു തെറ്റായ ഒരു വിധി വന്നാൽ ഒരിക്കലും കേന്ദ്ര സർക്കാർ അതിനെ മാനിക്കരുത്, അംഗീകരിക്കരുത്. ഒന്നുകിൽ കോടതിയെ ചൂണ്ടിക്കാണിക്കുക, ഇത് കോടതിയുടെ ഭാഗത്തു നിന്ന് തെറ്റായിട്ടുള്ള വിധിയാണ് വന്നിരിക്കുന്നത്, ഇത് തിരുത്തണം എന്ന് കോടതിയോട് ആവശ്യപ്പെടാം. അത് അതിന് അവർ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ ഈ ഉത്തരവ് അനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ഞങ്ങൾക്ക് രാജ്യമാണ് ഏറ്റവും വലുത്, രാജ്യസുരക്ഷയാണ് ഏറ്റവും വലുതെന്നുള്ള ശക്തമായ നിലപാടെടുത്ത് പ്രവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്. ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ രാജ്യത്തിനെതിരായിട്ട് ശത്രു രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആഘോഷം നടത്തിയത്. പിന്നെ നമുക്കറിയാം, CPM എല്ലാ കാലത്തും ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കത്തുള്ളൂ. അവർക്ക് ഈ ഇന്ത്യയിൽ നിന്ന് അതേ രീതി പ്രകടമായിട്ടും പരസ്യമായിട്ട് ചെയ്യാൻ കഴിയാത്ത എന്താന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ നല്ലൊരു ശതമാനം ജനങ്ങളും രാജ്യസ്നേഹികളായതുകൊണ്ട് ഇവരുടെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ അനുകൂലിക്കത്തില്ല എന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിനുള്ളിൽ, ഈ ഭാരതത്തിനുള്ളിൽ നിന്നുകൊണ്ട് വ്യക്തമായിട്ടും അവർ ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാതെ, അന്യരാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവർക്കറിയാം അവിടുത്തെ ആ രാജ്യത്തെ കേസെടുക്കത്തില്ല, ആ രാജ്യത്തെ നിയമം അനുസരിച്ച് അത് ക്രിമിനൽ കുറ്റമല്ല, അവിടെ ആരും കേസെടുക്കത്തില്ലെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ ധൈര്യമായിട്ട് ഇത് ചെയ്യും. ഈ അവർ ആഘോഷിക്കാതിരിക്കുന്നത് എങ്ങനെ? പിന്നെ ഒരു കാര്യത്തിൽ അവർക്ക് ദുഃഖമുള്ളൂ, അവർ ദുഃഖിക്കത്തുള്ളൂ. ഈ CPM അവരുടെ ചങ്കായ ചൈനയുടെ മിസൈലും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പരാജയപ്പെട്ടതിലുള്ള ദുഃഖം അവർക്കെപ്പോഴും ഉണ്ടാകും. ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചതിൻ്റെ സന്തോഷത്തിലുപരി അവരുടെ സ്വന്തം നാടായ ചൈനയുടെ ആയുധങ്ങൾ പരാജയപ്പെട്ടതിൽ ഉള്ള ദുഃഖം എപ്പോഴും CPMകാരുടെ ഉള്ളിൽ കാണും. അത് അവരെ നിരന്തരം അവരുടെ ഉള്ളിൽ ഇങ്ങനെ അവരുടെ ആ ചിന്തയെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ബോധം ഉള്ളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലെങ്കിലും ഇന്ത്യയുടെ ആ ഒരു പരാജയമാണ് എന്ന് വരുത്തി തീർത്ത ആഘോഷിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ അവരത് നഷ്ടപ്പെടുത്തത്തില്ല കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്.
ഭാരതത്തിൽ നിന്നുകൊണ്ട് അത് പറ്റുകയില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ അവരുടെ ആൾക്കാരെ വെച്ച് അവർ ഇത്തരം ആഘോഷങ്ങൾ നടത്തുന്നു, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത്തരം ശക്തികളെ, രാഷ്ട്രവിരുദ്ധ ശക്തികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ തൂത്തെറിയണം. അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊക്കെയുള്ളൂ നമുക്ക് ഈ രാജ്യത്തോട് ചെയ്യാനുള്ള, ഈ രാജ്യസ്നേഹം കാണിക്കാനുള്ള ഏക മാർഗം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മറക്കാതിരിക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.